ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയറിൽ ബീം എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ബേസിക് ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു മോഡൽ എടുത്തു. ആ മോഡലിൽ നമുക്ക് ഏത് ലെവലാണോ വേണ്ടത് ആ ലെവൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ 3000 എന്ന് പറഞ്ഞൊരു പ്ലാൻ ഓപ്പൺ ചെയ്തു. ആ പ്ലാനിൽ ഗ്രിഡ് പ്ലേസ് ചെയ്യാൻ സ്റ്റീലിൽ ബീം എന്ന് പറഞ്ഞൊരു ഐക്കണുണ്ട്. ഈ ഐക്കൺ എടുത്തിട്ട് നമുക്ക് ബീം പ്ലേസ് ചെയ്യാം. ഐക്കൺ എടുത്തു. നമ്മൾ ബീം കൊടുക്കേണ്ടത് ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ്, ബോട്ടം ടു ടോപ്പ്, ഹൊറിസോണ്ടൽ ലെഫ്റ്റ് ടു റൈറ്റ്, വെർട്ടിക്കൽ ബോട്ടം ടു ടോപ്പ്, ഹൊറിസോണ്ടൽ ലെഫ്റ്റ് ടു റൈറ്റ്, വെർട്ടിക്കൽ ബോട്ടം ടു ടോപ്പ് എന്ന രീതിയിൽ വേണം നമ്മൾ ബീം പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ബീം പ്ലേസ് ചെയ്യുമ്പോൾ ബീമിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ നെയിം ബീം എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യുക. പ്രൊഫൈൽ നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ സൈസ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ മാറ്റാം. ഇവിടെ ഏത് പ്രൊഫൈലാണോ വേണ്ടത് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്. ഇതെല്ലാം ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്യും. നമുക്കിഷ്ടമുള്ള ഗ്രേഡ് ഇതേപോലെ തന്നെ മാറ്റി കൊടുക്കാം, കാറ്റലോഗിൽ നിന്നും മാറ്റാം. കളറ് മോഡലിൽ ഡിഫോൾട്ട് വരുന്ന കളർ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാർട്ട് പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളം ഐ സെക്ഷൻ മാത്രം കട്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന ഫാബ്രിക്കേറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻ, അതിൻ്റെ വാല്യൂസാണ് എം എന്ന് പറഞ്ഞ് വരുന്ന പ്രിഫിക്സ്, പാർട്ട് പ്രിഫിക്സ്. അസംബ്ലി പ്രിഫിക്സ് എന്ന് താഴെ കാണുന്ന ബി എന്ന് പറഞ്ഞ് കൊടുത്തത് ഫാബ്രിക്കേഷൻ കഴിഞ്ഞ് സൈറ്റിലോട്ട് കയറിപ്പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു നമ്പറുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതാണ് അസംബ്ലി പ്രിഫിക്സ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കൊടുത്ത പൊസിഷൻ, ഓൺ പ്ലെയിൻ, മിഡിൽ, റൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത്, മിഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നത് വർക്കിംഗ് പോയിന്റ് ലൈൻ, അത് റൈറ്റ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കോളം റൈറ്റിലോട്ടോ താഴോട്ടോ നീങ്ങിപ്പോകും. അപ്പോൾ ഇത് ടോപ്പ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ചെയ്യാനാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആക്കിക്കഴിഞ്ഞാൽ കോളം റൊട്ടേറ്റ് ആയി വരും. ടോപ്പ് എന്ന് പറഞ്ഞ് ആക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേഞ്ച് ആയി വരും. ബിഹൈൻഡ് എന്ന് വെച്ചാൽ കോളം, ഈ ബീം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കോളത്തിൽ നിന്ന് താഴോട്ട് വരുന്നതാണ്. അത് 3Dയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന കോളം ബീം കിടക്കുന്നത് ഈ ലെവലിലാണ്. നമ്മളത് ബിഹൈൻഡാണ് കിടക്കുന്നത്. മിഡിൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബീം മേളോട്ട് വരും. ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബീം മേളോട്ട് വരും. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് എപ്പോഴും ബിഹൈൻഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഓൺ പ്ലെയിൻ മിഡിലായിട്ടേ കൊടുക്കത്തുള്ളൂ. അറ്റ് ഡെപ്ത് ബിഹൈൻഡ്, റൊട്ടേഷൻ ടോപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മളൊരു ബീം പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റ് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ